മുൻപിൽ നീ ചെയ്തതൊന്നും വിചാരിച്ചില്ല, പിൻപിൽ വരുന്നതു കണ്ടു തുടങ്ങി. അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിൽ രാമന്റെ വാക്കുകളാണിത്. അതേ രാമൻ ഇതേ വരി വേറൊരാളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അയാളുടെ പേര് ചമ്പത്ത് റായ്. രാമന്റെ പേരിൽ ഒരു ആശയത്തെ വഴി നടത്തി, രാമന്റെ പേരിൽ ഒരു അമ്പലം പണിയാൻ കോപ്പുകൂട്ടി, രാമന്റെ പേരിൽ ഒരു പള്ളി തകർത്ത്, രാമന്റെ പേരിൽ പിരിച്ച് ഒടുവിൽ രാമന് വേണ്ടി പണിത അതേ അമ്പലത്തിൽ നിന്ന് കോടികൾ അടിച്ചെടുത്ത അമ്പലക്കള്ളൻ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉപാധ്യക്ഷനും ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ തലവനുമായ ആളാണിപ്പോ കട്ട മുതലിന്റെ കണക്കറിയാതെ നട്ടം തിരിയുന്നത്. 1970 കെമിസ്ട്രി വിഭാഗം അധ്യാപകനായി തുടങ്ങിയ ചമ്പത്ത് റായ് 5.5 പതിറ്റാണ്ട് കൊണ്ട് നാടറിയുന്ന അമ്പലക്കള്ളനായി മാറിയിരിക്കുകയാണ്. 80കളിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗമായ ഇയാൾ 90കളോടെ അതിന്റെ തലപ്പത്തേക്ക് കയറിയിരുന്നു. ആ സമയത്ത് ശക്തി പ്രാപിച്ച ബാബരി മസ്ജിദിന്റെ പ്രധാന തലച്ചോറ് ചമ്പത്ത് റോയ് ആയിരുന്നു. സംഘപരിവാറുകൾക്കിടയിൽ അയോധ്യയുടെ എൻസൈക്ലോപീഡിയ എന്നാണ് ഈ കള്ളൻ അറിയപ്പെട്ടത്. ബാബരി പൊളിച്ച് കർഷകർക്കെതിരായ CBI കേസിൽ 2ാം പ്രതിയായ ഇയാൾ BJP അധികാരത്തിലെത്തിയ 2020 അതിൽ നിന്ന് തലയൂരിപ്പോന്നു. നിധി സംഭരണ അഭിയാൻ എന്ന പേരിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് 2000 കോടിയാണ് രാജ്യമാകെ പിരിച്ചത്. അതിനു പുറമെ വന്ന സംഭാവനകളും ക്ഷേത്രം തുറന്ന ശേഷം വന്ന സംഭാവനകളും വേറെ. 7.5 കോടിയോളം വരുന്ന ഭക്തരുടെ സംഭാവന ഭഗവാന്റെ പേരും പറഞ്ഞ് കീശയിലാക്കിയാണ് ഇപ്പോഴുള്ള പ്രധാന കേസ്. ഇതിന്റെ ഒരറ്റം പിടിച്ച് പോയ ചിലർക്ക് പണ്ട് ബാബരി പൊളിക്കുന്ന കാലം തൊട്ടുള്ള അഴിമതി കഥ വേറെ പറയാനുണ്ട്. അതിനു പുറമെ അയോധ്യയിലെ ഭൂമി വകമാറ്റിയ വകയിൽ ഒരു 18 കോടിയുടെ അഴിമതി കേസും ടിയാന്റെ പേരിൽ ഭദ്രമായിട്ടുണ്ട്. ഈ വക സാധനങ്ങളൊക്കെയാണ് നാളിതുവരെ അയോധ്യയിൽ അമ്പലം പണിതതും VHPയുടെ തലപ്പത്തിരുന്നതും RSSന് നിർദ്ദേശം നൽകിയതുമൊക്കെ. കോഴിക്കോടിന് കാവൽ നിൽക്കാൻ കുറുക്കനെ ഏൽപ്പിക്കുക എന്ന ഏർപ്പാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാലും രാമനെ തന്നെ അടിച്ചു മാറ്റുന്ന രാമഭക്തൻ വല്ലാത്ത സംഭവം തന്നെ.